ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ഒരു ബജ്ജി തയ്യാറാക്കാം. നമ്മൾ മുളക് ബജ്ജിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് മുളകിന് ഇപ്പോൾ ഭയങ്കര എരിയാണ്. നമുക്കിതിൻ്റെ നല്ലപോലെ കട്ട് ചെയ്ത് അതിൻ്റെ എരിയെല്ലാം നല്ലപോലെ കളയണം. ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പഴയ പോലെ അല്ല, ഇപ്പോഴത്തെ മുളകിന് ഭയങ്കര എരിയായിട്ടാണ് തോന്നുന്നത്. നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂട്ട് തയ്യാറാക്കുന്നത് കടലമാവാണ്. കുറച്ച് കടലമാവും നമ്മൾ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എരിക്കനുസരിച്ച്, മുളകിന് വലിയ എരിയായതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കായപ്പൊടി ചേർക്കാം. ചിലവർക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരച്ചും നമുക്കിതിനകത്ത് ചേർക്കാം. കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. അങ്ങനെ മാവ് നല്ലപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചും എടുക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴച്ചും എടുക്കാം. ഇങ്ങനെ എല്ലാം മുക്കി എടുത്തതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ പൊരിച്ചെടുക്കാം. ചായക്ക് കൂടെ കഴിക്കാനൊക്കെ വൈകിട്ടത്തേക്ക് നല്ലതാണ്. നമ്മൾ ഇന്നിവിടെ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണം, വളരെ ടേസ്റ്റാണ്. കുറച്ച് കാഷ്യൂ ബേബി ബിറ്റ്സും കൂടെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. അതും കുറച്ച് മൂത്ത് വരുമ്പോൾ ചേർത്ത് നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അത് ഇടയ്ക്കൊന്ന് കടിക്കുന്നത് വളരെ ടേസ്റ്റാണ്. നമുക്കിത് ചായക്ക് മാത്രമല്ല, ചോറിൻ്റെ കൂടെയും നമുക്ക് ഈ ബജ്ജി നല്ലതാണ്. നമുക്ക് സാമ്പാറൊക്കെ വയ്ക്കുവാണെങ്കിൽ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനും മുളക് ബജ്ജി വളരെ ടേസ്റ്റാണ്. നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്ക് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നും നമ്മുടെ കാഷ്യൂ ബിറ്റ്സും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. അപ്പം നിങ്ങളിതെങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു.